ഫാമിലി വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു ഇൻഫർമേഷൻ. എല്ലാവർക്കും എസ്വിആർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ NM കുഞ്ഞി, കുവൈത്തിൽ നിന്നും. 2 ദിവസം മുമ്പ് ഫാമിലി വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ അതിന് താഴെ കമന്റായി ചോദിച്ചിരുന്നു. ഫാമിലി വിസിറ്റ് വിസയ്ക്ക് അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, സാലറി എത്ര വേണം, 20-ാം നമ്പർ വിസക്കാർക്ക് ഫാമിലി വിസിറ്റ് വിസ കിട്ടുമോ, അങ്ങനെയൊക്കെ ഒത്തിരി സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ്. നിലവിലെ ഫാമിലി വിസിറ്റ് വിസ ഓൺലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനിൽ നമുക്ക് 400 ദിനാറ് സാലറി ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലി വിസിറ്റ് വിസ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ അതിന് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ ഭാര്യ ആയെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, കുട്ടികളാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പേരൻസ് അച്ഛനോ അമ്മയോ ആണെങ്കിൽ അവർക്കും ബർത്ത് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇത് ജസ്റ്റ് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. എംബസിയിൽ കൊണ്ടുപോയിട്ട് അപ്ഡേറ്റോ കാര്യങ്ങളോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നിലവിൽ ഫാമിലി വിസിറ്റ് വിസ കിട്ടുന്നുള്ളത് 1 മാസമാണ്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇതിലുള്ള സംശയം എന്താ വെച്ചെങ്കിൽ നമുക്ക് ഇമെയിലായിട്ടാണ് ഈ ഒരു ഫാമിലി വിസിറ്റ് വിസ വരുന്നുള്ളത്. അപ്പോൾ അതിൽ 3 മാസം ടൈം എഴുതിയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് 3 മാസം അല്ല, ഒറ്റൊരു മാസമേ ഉള്ളൂ ഇപ്പം നിലവിൽ കൊടുക്കുന്നുള്ളത്. എൻ്റെ അറിവിൽ ഇപ്പം ആർക്കും 3 മാസം കിട്ടിയതായിട്ട് അറിയില്ല. പിന്നെ 3 മാസം വിസിറ്റ് വിസ കിട്ടുന്നുണ്ട്. അത് ആർക്ക് എന്ന് വെച്ചെങ്കിൽ GCC റെസിഡൻസി ഉള്ള ആൾക്കാർക്ക്, അതായത് സൗദി അല്ലെങ്കിൽ ബഹ്റൈൻ, ദുബായ്, ഖത്തർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. അതിൽ എല്ലാ കാറ്റഗറിയിലുള്ള വിസക്കാർക്കും അവർക്ക് കിട്ടുന്നില്ല. ചില പ്രൊഫഷനുകൾക്ക്, അതായത് നല്ല പ്രൊഫഷനുകൾക്ക്, മാനേജർ പോസ്റ്റ്, ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് പോസ്റ്റുകളുണ്ട്. അവർക്ക് ഇതുപോലുള്ള വിസിറ്റ് വിസ 3 മാസത്തേക്ക് കുവൈറ്റിലേക്ക് കിട്ടുന്നുണ്ട്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നാട്ടിൽ നിന്ന് ഇങ്ങനെ വിസിറ്റ് വിസ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇവിടെ ഹോട്ടലുകൾ കൊടുക്കുന്നുണ്ട്. അത് 1 മാസത്തേക്കാണ്. ഈ 1 മാസത്തേക്ക് കൊടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, ഹോട്ടലിൽ നമ്മൾ ടൂറിസ്റ്റ് വിസ എടുക്കുമ്പോൾ അവിടെ നമ്മൾ റൂം എടുക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള റെൻറ്റും കാര്യങ്ങളും, അപ്പോൾ നല്ലൊരു പേയ്മെൻറ്റ് അതിന് വരും. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ഈ ഫാമിലി വിസിറ്റ് വിസക്ക് നമുക്കിത് വേണ്ടത് ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ്സ് ആണ്. അപ്പോൾ അതിന് നമുക്ക് 3 ദിനാറാണ് ചിലവ് വരുന്നുള്ളത്. അതുപോലെ തന്നെ 20-ാം നമ്പർ വിസക്കാർക്ക് ഫാമിലി വിസിറ്റ് വിസ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ സ്പോൺസർ മനസ്സ് വെച്ച് കഴിഞ്ഞെങ്കിൽ ഫാമിലി വിസിറ്റ് വിസ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ റൂൾസോ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കണ്ട. ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. ഇവിടെ വീടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ചില ഡ്രൈവർമാർക്ക് അവരുടെ ഫാമിലിയെ ഇതേപോലെ അവരുടെ സ്പോൺസർ ഫാമിലി വിസിറ്റ് വിസ എടുത്ത് കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നാട്ടിലേക്കൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ടിക്കറ്റ് എങ്ങനെയെന്ന്. ടിക്കറ്റ് പഴയതുപോലെ തന്നെയാണ്. നമ്മൾ ഫാമിലി വിസിറ്റ് വിസയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ 2 ടിക്കറ്റ് എടുത്തിരിക്കണം. അത് കുവൈറ്റ് എയർവേസ് അല്ലെങ്കിൽ ജസീറ എയർവേസ്, ഇതിലേതെങ്കിലും ഒരു ഫ്ലൈറ്റിലായിരിക്കണം നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഫാമിലി വിസക്ക് നിലവിൽ നമുക്കിവിടെ വേണ്ടത് 800 ദിനാർ സാലറി ഉണ്ടായിരിക്കണം. 800 ദിനാർ സാലറി ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലി വിസ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചില സുഹൃത്തുക്കൾ ചോദിച്ചത് കണ്ടു, നമുക്ക് വിസ എടുക്കണമെങ്കിൽ പാസ്പോർട്ടിൽ എത്ര വാലിഡിറ്റി വേണമെന്ന്. വിസ എടുക്കണമെങ്കിൽ നമുക്ക് പാസ്പോർട്ടിൽ 2 വർഷം വാലിഡിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് ഫാമിലി വിസ ആണെങ്കിലും ഇനി ജോബ് വിസ ആണെങ്കിലും ഇനി 20-ാം നമ്പർ ഗാർഹിക വിസ ആണെങ്കിലും ഏത് വിസ ആണെങ്കിലും പാസ്പോർട്ടിൽ 2 വർഷം വാലിഡിറ്റി ഉണ്ടായിരിക്കണം. വിസ റിന്യൂവൽ ചെയ്യാൻ നമുക്ക് 1 വർഷം പാസ്പോർട്ടിൽ വാലിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വിസ റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റായി ചോദിക്കുക. എൻ്റെ സമയത്തിനനുസരിച്ച് ഞാനതിന് നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.